നല്ല വരുമാനമുള്ള മേഖലയാണ്. റിസ്ക് എടുക്കണം. പ്രവാസം മതിയാക്കി പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. കണ്ണിന് കുളിർമുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ നോക്കി നിന്നാണ്. എല്ലാവർക്കും അറിയാം, കൃഷിയാണ്, കുരുമുളകാണ്. കുരുമുളക് ഇല്ലാത്ത വീട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മളവരെല്ലാം ഉണ്ട്. എൻ്റെ ഇവിടെയൊക്കെ പ്ലാവുമ്മലും മൂച്ചുമ്മലും പേരക്കമ്മലൊക്കെയാണ്, കുറേശ്ശേ ഉള്ളൂ. അതൊക്കെ ഉണക്കിയിട്ട് കൊണ്ടുകൊടുക്കലാണ്. സ്വാഭാവികമായിട്ടും ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ആളെ നമ്പറുണ്ട്. ഇത്തരത്തിലുള്ള കൃഷിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. പല ആളുകളും പല ജോലിയിൽ നിന്നും മടങ്ങിയിട്ട് കൃഷിയിലോട്ട് മടങ്ങുകയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ കടമയാണ്. അതായത് എനിക്ക് സംശയം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ PVC പൈപ്പും ഈ ഏക്കർ സ്ഥലത്തൊക്കെ ഈ ഒരു അടിയിലുള്ള ഷീറ്റും എല്ലാം കൂടി കോസ്റ്റ് കൂടുതലല്ലേ. എത്ര വർഷം കൃഷി ചെയ്യേണ്ടി വരും ഇത് മുതലാവാൻ? അതല്ലെങ്കിൽ തന്നെ ഒരു PVC ഉള്ള വള്ളിക്ക് എത്ര എക്സ്പയറി ഉണ്ട്, എത്ര വർഷം കായ്ക്കും അത്? നമ്മളിപ്പോൾ ഇതിങ്ങനെ ആളെ വിളിച്ചിട്ട് ഇതാക്കി പോരല്ലോ. നനക്കണം, വളരണമൊക്കെ വേണ്ടേ, വളരണം, നല്ല നോട്ടം കിട്ടണ്ടേ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മുളമ ഉണ്ടാക്കി എന്താ പ്രശ്നമുള്ളത്? നല്ല ഇന ഒരു തൈൻ്റെ പേര് പറഞ്ഞുതരാം. പന്നിയൂർ കരിമുണ്ട തേവം. ഇതാണ് കേട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു കുരുമുളക് തോട്ടം ചെയ്തതാണ്. PVC പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ തോട്ടത്തിൽ നിന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കാണിത്. അതുപോലെ PVC പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. PVC പൈപ്പിൽ നമുക്ക് കുരുമുളക് നല്ല രീതിയിൽ നമുക്ക് വിളയിക്കട്ടെ. നമ്മൾ ഏകദേശം ഒരു 20 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ PVC പൈപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് ഏകദേശം ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു 3 കിലോൻ്റെ മുകളിൽ ഉണക്ക കുരുമുളക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു 5-ാമത്തെ വർഷം മുതലൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തൊരു തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്.